നമസ്കാരം. ന്യൂസ് ഡെയിലി കേരളയിലേക്ക് സ്വാഗതം. കേരള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്ന നിയമപ്രകാരം തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൗൺസിലർ ആർ സുഗതനെ അറസ്റ്റ് ചെയ്തതിന് പിന്നിൽ CPM കോൺഗ്രസ് രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന് അഭ്യൂഹം ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ 2 കൗൺസിൽ യോഗത്തിൽ സുഗതൻ പങ്കെടുത്തിരുന്നില്ല. ജയിലിലായാൽ അടുത്ത യോഗത്തിലും പങ്കെടുക്കുവാനുള്ള സാധ്യത ഒട്ടുമേയില്ല. 3 പ്രാവശ്യം തുടർച്ചയായി യോഗങ്ങളിൽ പങ്കെടുത്തില്ല എങ്കിൽ കൗൺസിലർ സ്ഥാനം നഷ്ടപ്പെടുമെന്നുള്ളതാണ് മുനിസിപ്പൽ നിയമം. ഇപ്പോൾ 101 അംഗ കൗൺസിലിൽ NDAക്ക് 50, LDFന് 29, UDFന് 20, 2 സ്വതന്ത്രന്മാരുമാണുള്ളത്. ഇതിൽ ഒരു സ്വതന്ത്രൻ്റെ പിന്തുണയോടുകൂടിയാണ് NDA ഭരണം നടത്തുന്നത്. സുഗതൻ്റെ കൗൺസിലർ സ്ഥാനം നഷ്ടമായാൽ കക്ഷിനില തുല്യമാകും. ഒരു സ്വതന്ത്രനെ ചാക്കിട്ടാൽ CPM കോൺഗ്രസ് കൂട്ടുകെട്ടിന് കോർപ്പറേഷൻ ഭരിക്കാം. അധികാരം കിട്ടാൻ ഏത് നികൃഷ്ട വഴിയും തിരഞ്ഞെടുക്കുന്ന കൂട്ടങ്ങളാണ് ഈ CPMകാർ. അറസ്റ്റിനെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ തലസ്ഥാനത്ത് രാഷ്ട്രീയ സംഘർഷം വളരെ രൂക്ഷമായിരുന്നു. പോലീസ് അധികാര ദുർവിനിയോഗം നടത്തിയെന്നാരോപിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ള BJP പ്രവർത്തകർ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ചും നടത്തി. ചൊവ്വാഴ്ച രാത്രിയിൽ നടന്ന നാടകീയമായ പോലീസ് നടപടിക്കിടെയാണ് സിറ്റി കോർപ്പറേഷനിലെ വാഴോട്ടുകോണം വാർഡിനെ പ്രതിനിധീകരിക്കുന്ന സുഗതനെ കസ്റ്റഡിയിലെടുത്തത്. കാപ്പ നിയമത്തിലെ പ്രതിരോധ തടങ്കൽ വ്യവസ്ഥകൾ പ്രകാരം അദ്ദേഹത്തെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. പോലീസിൻ്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും അറസ്റ്റ് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിനും സിറ്റി പോലീസ് അദ്ദേഹത്തിനെതിരെ പുതിയൊരു കേസും കൂടെ അങ്ങ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ അക്രമങ്ങൾക്ക് CPM കൂട്ടുപിടിച്ചത് വട്ടിയൂർക്കാവ് സ്റ്റേഷനിലെ വിപിൻ സഖാവ് എന്ന് സംഘപരിവാർ വൃത്തങ്ങൾ വിശേഷിപ്പിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനായാണ് പ്രധാനമായും വിരൽ ചൂണ്ടുന്നത്. നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാകേണ്ട പോലീസ് ഭരണകക്ഷിയുടെ ഗുണ്ടകൾക്ക് മുമ്പിൽ മുട്ടുമടക്കുകയാണോ എന്നും വള്ളക്കടവിലെ ജനങ്ങളുടെ സമാധാന ജീവിതം തകർക്കുന്നതായി ആരോപിക്കുന്ന തർസാൻ പ്രശാന്തിനോടെ പോലുള്ളവരെ തൊടാൻ വട്ടിയൂർക്കാവ് പോലീസിന് ഭയമാണോ എന്നുമാണ് ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യം. ഒരു ജനപ്രതിനിധിക്കെതിരെ കാപ്പ ചുമത്തുവാൻ കാണിച്ച അതേ ജാഗ്രത രാഷ്ട്രീയ തണലിൽ ജീവിക്കുന്ന യഥാർത്ഥ ക്രിമിനലുകൾക്കെതിരെയും ഉണ്ടാകണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് നാട്ടുകാരുടെ ഒരു ഭാഗം. ഇലക്ഷൻ സമയത്ത് ഒരു സുഹൃത്തിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്, വട്ടിയൂർക്കാവിൽ BJP ജയിക്കുമെന്ന് തോന്നിപ്പിച്ചില്ലെങ്കിൽ വോട്ടുകൾ K മുരളീധരന് പോകാൻ സാധ്യതയുണ്ടെന്നാണ്. കാരണം MLA VK പ്രശാന്ത് 1ഉം 2ഉം പ്രവർത്തകരല്ല അവിടെ കള്ളക്കേസിൽ കുടുങ്ങിയിരിക്കുന്നത്. VK പ്രശാന്ത് ഇനി ഒരിക്കലും ജയിക്കാതിരിക്കാൻ പ്രവർത്തകർ മുരളിക്ക് കുത്താനും മടിക്കില്ല എന്നായിരുന്നു അന്നത്തെ പ്രചാരണം. കൗൺസിലർ സുഗതൻ്റെ കേസുകൾ കേട്ടപ്പോൾ പ്രശാന്തിൻ്റെ ആ ദുഷ്ടമായിട്ടുള്ള മുഖം തന്നെയാണ് ആദ്യം ഓർമ്മ വന്നത്. ഒരു സമരത്തിൻ്റെ ഭാഗമായി MLA പ്രശാന്തിനെ വഴി തടഞ്ഞതാണ് കൗൺസിലറായതിന് ശേഷമുള്ള സുഗതൻ്റെ പേരിലുള്ള ആദ്യത്തെ കേസ്. ഇത്രയൊക്കെ ചെയ്തിട്ടും ഒതുങ്ങാത്ത സുഗതനെ തകർക്കാനാണ് അടുത്ത കേസ്. ഇതുവഴി ഒരു വെടിക്ക് 2 പക്ഷി എന്നതാണ് മെനയപ്പെട്ട തന്ത്രം. കോർപ്പറേഷൻ ഭരണം കിട്ടുകയും ചെയ്യും, BJP കൗൺസിലറെ ഭീകരമാക്കാം. മറ്റൊരു കാര്യം, അമ്പലത്തിലെ ഉത്സവത്തിനിടെ BJP CPM തല്ലു നടന്നിരുന്നു. ഇത് ഒരു വധശ്രമമാക്കി വീണ്ടും സുഗതൻ്റെ തലയിൽ കെട്ടിവെച്ച് കൊടുത്തു. വധശ്രമം വന്നതോടെ കാപ്പയും ചുമത്തി. കൊച്ചുപിള്ളേരുടെയും സ്ത്രീകളുടെയും മുമ്പിൽ വെച്ച് തോക്കെടുത്ത് വെടിവെച്ച പോലീസുകാരന് അഭിനന്ദനം നൽകിയ കോൺഗ്രസ് മന്ത്രിയും കോൺഗ്രസ്സുകാരൻ്റെ തലയിലടിച്ച് പൊളിച്ചിട്ട് രക്ഷാപ്രവർത്തനമാണെന്ന് പറഞ്ഞ പിണറായിയും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. സുഗതൻ സമൂഹത്തിനോ പൊതുജനത്തിനോ പ്രശ്നമുണ്ടാക്കിയ ഒരു കേസ് പോലും നിലവിലില്ല. എല്ലാം രാഷ്ട്രീയ കേസുകളാണ്. ഒരിടത്ത് CPM ആണുള്ളത്. VK പ്രശാന്ത് വട്ടിയൂർക്കാവ് MLA ആയതിനു ശേഷമാണ് എല്ലാ കേസുകളും എടുത്തിരിക്കുന്നതും. എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കുവാനുള്ള ഈ പരോട്ട് നാടകത്തിൻ്റെ അന്ത്യം വീണ്ടും അടുത്ത തെരഞ്ഞെടുപ്പിൽ 100 സീറ്റെങ്കിലും നേടി BJP വിജയിക്കും എന്നിടത്താണ് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. CPMനെ പേടിച്ച് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിനെ നാട്ടുകാർക്ക് കുറച്ചെന്ന് വളർത്തി.
CPM-നേക്കാൾ വലിയ ഗുണ്ടായുസം കാട്ടിയ തൃണമൂൽ ഇപ്പോൾ തൃണം കണക്കെ ജനങ്ങൾ തൂത്തൊതുക്കിയിരിക്കുകയാണ്. ഇതുതന്നെയാണ് അധികാരം തലയ്ക്ക് പിടിച്ച ഏത് രാഷ്ട്രീയ പാർട്ടിക്കും സംഭവിക്കാൻ പോകുന്നതും.